ഗുഡ് മോർണിംഗ് ഓൾ. എന്താ തണുപ്പ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാട്ടോ. ഇടുക്കി വാഗമൺ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഞാനും എൻ്റെ 3 കൂട്ടുകാരും കൂടി വന്നാണ്. പുലർച്ചെ ടൈമിലെത്തിയത്. സൺ റൈസിൻ്റെ ആ ടൈം കറക്റ്റാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തുമ്പോൾ ആ ലെവലിലെത്താൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വിഷ്വലാണ് കിട്ടിയത്. സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെതും ലൈറ്റും കാര്യങ്ങളും, പ്രത്യേകിച്ച് അവിടുത്തെ തണുപ്പ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. സൺറൈസ് ഇതാ പൊങ്ങി വരുന്ന കാണാൻ എന്ത് ഹരാണ്. പ്രത്യേകിച്ച് നല്ല കാറ്റാട്ടോ അവിടെ. അപ്പം നിൽക്കുമ്പോൾ പാറി പോകുമ്പോൾ അമ്മാതിരി കാറ്റാണ്. നമ്മളിപ്പോൾ അവിടുന്ന് മാറി ഇപ്പോൾ ഒരു ഇടുക്കിയിൽ തന്നെ സ്ഥലത്തിൻ്റെ പേരെനിക്ക് മറന്നുപോയി. ഒരു ഗുണാക്കേവ് പോലത്തെ ഒരു സ്ഥലമാണ്. ഫുള്ളും മരങ്ങളും ഇതൊക്കെ ആയിട്ട്. അവിടെ സൈഡിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ പിന്നെ അങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പുല്ല് പോലത്തെ സാധനമുണ്ട്. അത് ചവിട്ടിക്കഴിഞ്ഞാൽ ഊരയും കുത്തിന് വീണു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കമ്പിയൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. കമ്പി പിടിച്ച് മെല്ലെ നടക്കുക. അതുകൊണ്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരസ്യം പോലെ വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വേറെ പോയിന്റിലൊക്കെ പോയത്. ക്ലിയർ എനിക്ക് സ്ഥലപ്പേരൊന്നും അറിയില്ല, റൂട്ടുകളൊക്കെ അറിയാം. ഇവിടെ എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് കാറ്റാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. പക്ഷെ എന്താ വെയിൽ ഏസുന്നില്ല, അത് നമ്മളെ ശരീരത്തിൽ തട്ടുന്നില്ല. ആ കാറ്റെന്ന് വെച്ചാൽ തണുത്ത കാറ്റാണ് വരുന്നത്. നമ്മൾ പാറിപ്പോവും, അമ്മാതിരി കാറ്റാണ്. ആ കണ്ണ ഒരു മേലെ കണ്ണ ഹട്ട് പോലത്തെ സംഭവം. അവിടെയൊക്കെ കയറാൻ പോവാണ്. നടന്നിങ്ങനെ പോവാണ്. ഹട്ടിൻ്റെ ഏറ്റവും മേലേക്കൊന്നും ആർക്കും നിൽക്കാൻ കഴിയില്ല. കുട്ടികളൊക്കെ വന്നിട്ട് ആളുകൾ വീഴാൻ പോവാണ്. അമ്മാതിരി കാറ്റാണ് അവിടെ. അവിടെ ഇങ്ങനെ നടന്നു പോവാണ്. വീഡിയോ എടുക്കുന്ന ഞാനാട്ടോ. അതിൻ്റെ കൂടെയുള്ള 3 ഫ്രണ്ട്സുകളാണ്. കുറേ ഇങ്ങനെ വിചാരിക്കുന്ന ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ വാഗമണ്ണിലേക്ക് വന്നതാണ്. അതിൻ്റെ മേലെ കയറുമ്പോൾ അറിയാം അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ. ഇവനാട്ടോ ടൂറിൻ്റെ മെയിൻ ആൾ. ഇവൻ സെറ്റാക്കിയതാണ് ടൂർ പോകാൻ. എല്ലാ സ്ഥലത്തേക്കും അവനാ കൊണ്ടുവന്നത്. എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാം. ഫുഡ് നല്ല ഫുഡ് എവിടെ കിട്ടുക, നല്ല സ്പോട്ട് എവിടെയാണ്, വ്യൂ പോയിൻ്റ്, കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ ഓനക്കറിയാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറാൻ പോവാണ്. അവിടെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. മേലിട്ട ഷീറ്റൊക്കെ കാറ്റുകൊണ്ട് ഷീറ്റൊക്കെ പാറിപ്പോവാ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം കാറ്റ്. വിറച്ചിട്ടാണ് ഞാൻ എടുക്കണേ. അവിടുന്ന് മാറി ഇപ്പോൾ അതൊരു വേറൊരു സ്പോട്ടിലേക്ക് എത്തി. ആനൻ്റെ പുറത്ത് കൂടെ ആൾ വരുന്നുണ്ടില്ലേ. അതിൽ കയറണോടെ നമ്മൾ കയറാൻ ഫീ നോക്കിയപ്പോൾ ഒരാൾക്ക് 700 രൂപ പറഞ്ഞു. മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ നല്ല ഹരമുണ്ട് ആനപ്പുറത്ത്. ഇതൊരു ആനൊന്നുമില്ല, ഒരു 5-6 ആന ഉണ്ട്. ഒരു ട്രിപ്പിൽ 3 ആനാണ്, അടുത്ത ട്രിപ്പിൽ 3 ആണ്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. സൈസ് സാധനമാണ്. 3 സ്റ്റോപ്പാണ് 3 ആനകൾക്കും, 3 ഏരിയകളായിട്ട്. സംഭവം കൊള്ളട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് പോണവർക്കൊക്കെ രസമാണ്. കുറച്ച് പൈസയും കരുതണം കയ്യിൽ. ഒരാൾക്ക് 700 3 ആളാകുമ്പോൾ 1100 വരും. ഇവിടേക്ക് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്, പെട്ടെന്ന് അറിയുന്നുണ്ട്. അവിടുന്ന് അതിനോട് സ്കൂട്ടായി. പിന്നെ ഇത് നമ്മളെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ്. ഭയങ്കര താഴ്ചയിലൊക്കെ കിടക്കുന്നത്. നമുക്ക് ഇവിടുന്ന് വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും തൊട്ടടുത്തുള്ള പോയതൊന്നും, പക്ഷെ ഭയങ്കര താഴ്ചയാണത്. ഭാര വ്യൂ പോയിൻ്റാണത്. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് വീണു. അപ്പോൾ നല്ല ഹരമുണ്ട്. ഇവിടെ നല്ല തണുപ്പാട്ടോ ഈ ഏരിയയിൽ.
നമ്മൾ നേരത്തെ ആനനെ കണ്ട ഏരിയയിൽ ഭയങ്കര ചൂടായിരുന്നു. ഓരോ ഏരിയൻ്റെ പ്രത്യേകത ആണ്. കുറേ ആളുകളുണ്ട് കേട്ടോ, സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് വ്യൂ പോയിൻ്റൊക്കെ കാണാൻ. ട്രിപ്പൊക്കെ പോകണം വിചാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളെ ഇടുക്കിയിലേക്ക് പോയാൽ മതി. ഇടുക്കി, വാഗമൺ, പ്രകൃതി നല്ല രസമാണ്. നമ്മൾ പോണ വഴിക്ക് നിർത്തിയതാണ്. കോട ഇറങ്ങണോണ്ട് ഇപ്പോൾ വണ്ടി ഒന്ന് സ്റ്റോപ്പാക്കിയ. നല്ല ഹരമുണ്ട്. അതായത് നമ്മളെ തോട്ടത്തിൻ്റെ വലിയ കാപ്പിത്തോട്ടം, ഏലത്തോട്ടം. ഇത് നമ്മളെ പാരഷൂട്ട് പോലത്തെ ഒരു സംഭവമാണ്. സംഭവം നമ്മളെ ഡേഞ്ചറാണ് സംഭവം. നമ്മളെ ഗ്യാസൊക്കെ അല്ലേ, ഗ്യാസും കുറ്റി, അതുകൊണ്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അവിടുന്ന് മാറി ഇത് എക്കോ പോയിൻ്റ് എന്ന് പറയും. നമ്മൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ റിട്ടേൺ അടിക്കും. പിന്നെ അവിടുന്ന് ഇറങ്ങി മരങ്ങൾക്കിടയിൽ ഒരു കാടാണെന്നത് പറഞ്ഞ് വണ്ടി നിർത്താൻ പാടില്ല, മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഴുന്നൊക്കെ പറഞ്ഞിട്ട് കയറുമ്പോൾ അഡ്രസ്സും പേരൊക്കെ എഴുതി കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലോട്ട്. അതേമാതിരി ഇത്ര ടൈമിനുള്ളിൽ ഇറങ്ങും വേണം. കറക്റ്റ് ടൈമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓല് പറഞ്ഞാൽ അധികം രാത്രിയാണ് ഉണ്ടാവാന്നാണ് പറഞ്ഞത്. അങ്ങനെ തിരിച്ചിങ്ങനെ പോകുമ്പോൾ ചെക്കന്മാർക്കൊരു വൈബ് കൊടുത്തു നമ്മൾ. ഇതാണ് തങ്ങൾപ്പാറ. ആ കാണുന്ന ആളുകളെ നടന്നു പോകുന്നത് തങ്ങൾപ്പാറ എന്ന് പറയും. ഈ നേർച്ചയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഞാനതിൻ്റെ മുകളിൽ ഞങ്ങൾ കയറി. അവിടുന്ന് ഇങ്ങനെ വ്യൂ പോയിൻ്റ് നല്ല ഹരമുണ്ട് കാണാൻ. അവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ. നമ്മൾ കയറുമ്പോൾ ആരുമില്ല. ഇനി റിട്ടേൺ ഇറങ്ങുമ്പോൾ ഫുള്ള് ആളുകളാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും മറ്റൊടത്തേക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും ഒന്നാമത് അവിടെ കയറി. കാറ്റ് കൊണ്ട് രണ്ടാമത് നിൽക്കുന്ന ഞാനാട്ടോ അത്, ടീഷർട്ട് ഇട്ടിട്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ രാത്രി തിരിച്ചു പാലക്കാട് വഴിക്ക്. ഫുള്ള് കാട് പ്രദേശങ്ങളാണ്, ഒരു മനുഷ്യക്കുഞ്ഞില്ല ഇവിടെ. ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം നെക്സ്റ്റ് ടൈം. ബൈ ബൈ.